ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിരുന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മധുരം കഴിക്കണം. അപ്പോൾ എന്ത് കഴിക്കുമെന്ന് ആലോചിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോഴാണ് ഇളനീരിൻ്റെ മുന്നിൽ കണ്ടത് ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചൊരു പുഡിങ് ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. സിമ്പിളായിട്ടൊരു പുഡിങ് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഞാനൊക്കെ സിമ്പിളായിട്ട് ഒരുമിച്ചട ചെയ്യില്ല. ആദ്യം പാല്, അതിലേക്ക് അതുപോലെ തന്നെ തിളക്കണതിന് മുന്നേ ചൈന ഗ്രാസും അതേപോലെ നമ്മുടെ ഇളനീര് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ അത്, പഞ്ചസാര, ഏലക്കായ്, ഫ്രഷ് ക്രീം ഒക്കെ ഇട്ട് നന്നായി ഞാൻ തിളപ്പിച്ചെടുക്കും കേട്ടോ. തിളച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കും. പിന്നെ അതിന് മുന്നേ ഞാൻ ചെയ്തതെന്താ വെച്ചാൽ നമ്മുടെ ചൈന ഗ്രാസ് ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് കുറുക്കിയെടുത്തിരുന്നു കേട്ടോ വെള്ളത്തിലിട്ടുങ്ങാണ്ട്. കാരണം ഇതേപോലെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, നമ്മുടെ പുഡിങ്ങിലൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചൈന ഗ്രാസ് ഇതാക്കിയാണ്ട് കഴിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റ് ഒരു അരമണിക്കൂറൊക്കെ നേരം ചൂടാറിയതിന് ശേഷം വെച്ചിട്ടോ പെട്ടെന്ന് റെഡിയാവും. സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്കിത് സെറ്റായാൽ നോക്കാം. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. എന്തായാലും ഒരു കേടുപാടുകളൊന്നുമില്ലാതെ അടിപൊളിയായിട്ടുണ്ട് പുഡിങ്. നല്ല ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ശരിയാവും, പക്ഷെ കറക്റ്റായിട്ടുണ്ട്. ഞാൻ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും എൻ്റെ ഇത് പിരിഞ്ഞു പോകലുണ്ട്. ഞാൻ ചൈന ഗ്രാസ് ലാസ്റ്റ് വെച്ചിട്ടാണ് തോന്നുന്നുണ്ട്, പക്ഷെ എൻ്റെ ഇത് കറക്റ്റായിട്ടുണ്ട്. അടിപൊളി. ഇതിൻ്റെ ലുക്ക് നോക്കണ്ട, പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.